പുണ്യാത്മാക്കളെ, ശ്രീ മൂകാംബിക ചാനലിൽ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക്, കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഇന്ന് ദേവി മാഹാത്മ്യ ഗ്രന്ഥത്തിൻ്റെ ഞായറാഴ്ച പാരായണം ചെയ്യുന്ന 1-ാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. പഠിക്കുന്നവർക്ക് ബുക്ക് കയ്യിൽ വെച്ച് ഇത് കേട്ടുകൊണ്ട് ചൊല്ലി പഠിക്കാം. കേൾക്കുന്നവർക്ക് ഇത് ഓൺ ചെയ്ത് വെച്ച് ചെവിയിലൂടെ കേട്ടുകൊണ്ട് ആസ്വദിക്കാനും ഒപ്പം ഈശ്വരൻ്റെ സ്മരണ കൂടി കർമ്മം ചെയ്യുവാനും സാധിക്കുന്നതുമാണ്. രണ്ടും ഫലം ഒന്ന് തന്നെയാണ്. ഓം നമഃചണ്ഡികായൈ. ശ്രീ ദേവി മാഹാത്മ്യം പ്രഥമചരിതം പ്രഥമോ അധ്യായഃ. മധുകൈടവ വധഃ. ധ്യാനം. ഓം ഘട്കം ചക്രകദേഷു ചാപപരിഹാശൂലം പുഷുണ്ടീം ശിരഃ ശംഖം സന്തതതീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാസ്മദ്വതിമാസ്യവാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗർ സ്വവിദേഹരോ കമലജോ ഹന്തും മധും കൈടവം. ഓം ഐം മാർക്കണ്ഡേയോവാച. സാവർണി സൂര്യതനയോ യോ മനു ഹത്യദേഷ്ടമഃ നിശാമയദോൽപത്തിം വിസ്തരാത്ഖദതോ മമ മഹാമായാനുഭാവേന യദാ മന്നന്തരാധിപഃ സബഭൂവ മഹാഭാഗഃ സാവർണ്യസ്തനയോരവേः ച്വാരോചിഷേന്ദരേ പൂർവം ചൈത്രവംശസമുദ്ഭവഃ സുരതോ നാമ രാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ തസ്യ പാലതയ സമ്യക് പ്രജാപുത്രാണി വൗരസാൻ ബഭൂവോ ശത്രുവോ ഭൂഭ കോലാവിത്തം ശിനസ്തദാ തസ്യ ധൈരവോദ്ധതമതിപ്രബലദണ്ഡിനഃ ന്യൂനൈരവീസാദൈർയുദ്ധേ കോലാവിത്തം ശിവർജിതഃ തദാ സ്വപുരമായാതോ നിജാദേശാദിഭോ ഭവത് ആക്രാന്തസ്സ മഹാഭാഗ സ്തൈസ്തദാ പ്രബലാരിഭിഃ അമാധ്യൈർബലഭിർദുഷ്ടൈർ ദുർബലസ്യ ദുരാത്മഭിഃ കോശോഫലം ചാവകൃതം തത്രാപി സ്വപുരേ സദഃ തതോ മൃഗയാ വ്യാജേന കൃതസ്വാമ്യ സ ഭൂപതിഃ ഏകായേകയം ആരോഗ്യം ജഗാമ ഗഗനം വനം സദദ്രാശ്രമാമദ്രാക്ഷീം ത്യജപര്യസ്യ മേധസഃ പ്രശാന്തശ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം ദസ്തോകം ജിത്സകാലം ച മുനിനാദേന സൽകൃതഃ ഇത ചേതച്ഛ വിചരം
തസ്മിൻ മുനിവരാശ്രമേ സോചിന്തയ തഥാ തത്ര മമ ത്വാകൃഷ്ടചേതനഃ മൽഭൂർവൈ പാലിതം പൂർവം മയാ ഹീനം പുരം വിദത് മബർദ്ദേ ധർമ്മദപാല്യദേന വാ ന ജാനേ സ പ്രധാനോ മേ സൂരഹസ്തേ സദാ മദഃ മമ വൈരിവസം യാത കാൻ ഭോഗാനുപലപ്സ്യതേ യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവർത്തിം ധ്രുവം ദേത്യ കുർവന്ത്യന്യമഹീപ്രദാം അസമൈവയദേലസ്തൈ ഉർവദ്ഭിः സതതം വ്യയം സഞ്ചിതശോരിദുഃഖേന ക്ഷയം കോശോ കമിഷ്യതേ ഏതച്ഛാനച്ഛ സതതം ചിന്തയാമാസ പാർത്ഥിവഃ തത്ര വിഭ്രാശ്രമാസ്പേഷേ വൈശ്യമേഘം തദർശസഃ स पृष्ठस्तेन गस्तम्भो केतुचागमनेत्रः शशोक इव अकस्मात्त्वं दुर्मन इव लक्ष्यसे इत्याकर्ण्यवचस्तस्य भूपते प्रणयोदितं पृथुवाच सदम्बैस्य प्रस्रयावनतो नृपं वैश्यौवाच समाधिर्नाम वैश्योः मुल्पन्नो धनिनां गुरे पुत्रधारैर्निरतच्छ धनलोभात् साधुभिः विहीन स्वसनैर्धारैः पुत्रैरादाय मेदनं वनमभ्यगतो दुर्गे निरतब्धाब्जबन्धुभिः सोगं न वेत्मि पुत्राणां कुशलात्मीयां प्रवर्तिं सुजनानाञ्च धाराणां चात्र संसिदः किं नु तेषां गृहे क्षेमम् अक्षेमं किं नु साम्प्रतं कथं ते किं नु सद्वर्ता दुर्वर्ता किं नु मे सुधाः राजोवाच यैर्निरस्तो भवालुब्धैर्मुद्रधारादिवर्धनैः तेषु हिं भवदस्नेहमनोवर्धनादिमानसं वैश्यौवाच एवमेतदा प्राह भवानस्मत्कथं वचः किं करोमि न वर्धनादि मम निष्ठुरता मनगम् यैस्तन्दिश्च पितृस्नेहं धनालुब्धैर्निराहृतः पदेषु जनहार्दं च आर्ते देशव मे मनः किमेतन्नाभिजानामि जानान्न विमहामते यल्प्रेमा प्रवणं चित्तं विगुणेषु विबन्धुषु तेषां कृते मे निःश्वासो दुर्मनस्यं च जायते करोमि किं यन्न मनतेषु प्रतिशो निष्ठुरं मार्कण्डेयोवाच तदतो लयितो विप्र तं मुनिः समुपस्थितो समाधिर्नाम वैशोषौ स च वातिवदत्तमः कर्ता दूतौ यदा न्यायं यदार्हं तेन संविदम् उपाविष्टो गदा गच्छे चक्रदुर्वैश्यवार्तिवों राजोवाच भवन्त्वामहं पृष्टोमिच्छाम्येकं वदस्व दुःखाय यन्मे मनसा स्वचित्ता यत्तदां विना मम त्वं गतराज्यस्य राज्याङ्गेषु हीर्णेषु जानतोऽपि यदाज्ञस्य किमेतन्मुनि सत्थमाम् अयं च निर्दावुद्रैर्दारैर्वृद्धस्तदोज्झितः स्वजनेन च संत्यक्तस्तेषु हास्ते ददाभिर्यं
एवमेष तदागं च स्वाभावित्यन्तदुःखितो तृष्टदोषे विषये ममताकृष्टमानसो किं तत्किमेतन्महाभागा यन्मोहो ज्ञानिनो रवे ममास्यच्छ भवेदेषां विवेकान्तस्य मूढतां ऋषिरुवाचां ज्ञानमस्ते समस्तस्य जन्तोर्विषयगोचरे विषयच्च महाभागा याति चैवं पृथक् पृथं जीवान्ता प्राणिन केचिं दिवान्ता प्राणिन केचिन्त्राद्रावन्ता तदा परे ये जे दिवा तदा रात्रो प्राणिनस्तुल्यतिष्ठयः ज्ञानिनो मनुजा सत्यं किं नु तेन ये केवलं यतो हि ज्ञानिना सर्वे पशुपक्षिमृगादयः ज्ञानं च तन्मनुष्याणां यद्देषां मृगपक्षिणां मनुष्याणां च यद्देषां तुल्यमन्नतोभयोः ज्ञानेऽपि सदैव शीलान् पदां काञ्जावसञ्जुषो कणमोक्षादुदामोहा വിദ്യാമാനാഭിരദ്ഭുതം. ഹരി ഓം. അടുത്ത വീഡിയോയിൽ ബാക്കി കേൾക്കാവുന്നതാണ്.